അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിവാഹ സദ്യ, വിവാഹ പാർട്ടി, അതിൽ വിളിക്കൽ സുന്നത്തും ഉത്തരം ചെയ്യൽ നിർബന്ധവും ആകുന്നു. മനുഷ്യൻ്റെ സന്തോഷമല്ലേ, മനുഷ്യൻ്റെ ഹക്കുകളിൽപ്പെട്ടതാണ് ക്ഷണിച്ചാൽ ഉത്തരം ചെയ്യുക എന്നുള്ളത്. പക്ഷേ എല്ലാ കല്യാണത്തിനൊന്നും പോകേണ്ടതില്ല. അതിൽ ചില തത്വങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്ന്, കാരണങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പോകേണ്ട, ജോലി മുടങ്ങും, കുട്ടികളെ ദർസ് മുടങ്ങും, അങ്ങനത്തെ കാരണങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് ജുമുഅൻ്റെ ഉദറുകൾ. മറ്റൊന്നൊരു വിവേചനം ഉണ്ടാകരുത് കല്യാണം ക്ഷണിക്കുന്നതിന്. വിവേചനം പാടില്ലല്ലോ. മറ്റൊന്ന്, ഹറാമായ ഒരു ഖൽവത്ത് ഉണ്ടാകാൻ പാടില്ല. സ്ത്രീയും പുരുഷനും ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. വിളിയിലൊരു ബഹുമാനം വേണം. പേരുകൊണ്ടോ വിശേഷണം കൊണ്ടോ നിർണയിച്ച് വിളിക്കണം. അനൗൺസ് കേട്ടതിനൊന്നും പോകേണ്ടതില്ല. മറ്റൊന്ന്, ഇയാളെ പേടിച്ചിട്ടോ ഇയാളെ അധികാരവും പദവിയും മോഹിച്ചിട്ടോ വിളിച്ചതാകരുത്. എങ്ങനെയാപ്പോൾ മെമ്പറാകുമ്പോൾ വിളിക്കാതിരിക്കുക, ഖത്തീബാകുമ്പോൾ എങ്ങനെ വിളിക്കാതിരിക്കുക, അങ്ങനെ ആവരുത്. ഒരു സത്യവിശ്വാസിയെ വിളിക്കൽ സുന്നത്താണ് എന്നുള്ള നിലക്കാകണം. അല്ലാ യുദ്ധാലിനാവി ഹൗഫി മിൻഹു, അയാളെ ഭയപ്പെട്ടുക പോലത്തെ കാര്യങ്ങളുടെ പേരിൽ വിളിച്ചതാകരുത്. അത്തരം വിളികൾക്ക് ഉത്തരം ചെയ്യലാണ് നിർബന്ധം. അല്ലേ? അവിടെ നിന്നല്ലേ നമ്മൾ പറഞ്ഞത്? വല്ലാ യുദ്ധാനെ വിളിച്ചു ലിനാഹബി ഹൗഫി മിൻഹു ഔ തമഇൻ ഫി ജാഹിഹി, അല്ലെങ്കിൽ അയാളുടെ ആ പദവി, ജാഹ്, രാഷ്ട്രീയം, നേതൃത്വം, നേതാവാവ്, ജാഹ് എന്ന് പറഞ്ഞാൽ അതിൽ കാംക്ഷിച്ചതിനു വേണ്ടി വിളിച്ചതാകരുത്. ഔ ലി ഇആനതിഹി അലാ ബാത്തിലിൻ, അല്ലെങ്കിൽ ഒരു ബാത്തിലായ ഒരു കാര്യത്തെ സഹായിക്കാൻ വേണ്ടിയും വിളിച്ചതാകരുത്. വലാ ഇലാ ശുബ്ഹത്തിൻ, സംശയകരമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയും വിളിച്ചതാകരുത്. അയാളുടെ സ്വത്തിൽ ഹറാമുണ്ട് എന്ന് ഫലമായ സംശയമുണ്ട്. അപ്പോൾ ആ സ്വത്തിൽ നമുക്ക് ശുബ്ഹ വന്നല്ലോ, സംശയം. അതായത് അയാളെ സ്വത്തിൽ ഹറാമുണ്ട് എന്ന് ഉറപ്പില്ലാത്തൊരവസ്ഥ. ഹറാമുണ്ടാകാം. യാൻലാ യുലമ ഹറാമൻ ഫി മാലിഹി, അയാളുടെ സ്വത്തിൽ ഹറാമുണ്ട് എന്ന് ഉറപ്പില്ലാത്ത ഒരവസ്ഥ എന്ന സംശയമുണ്ട്. അവിടെയും ഉത്തരം ചെയ്യാൻ നിർബന്ധമില്ല. അപ്പോൾ ഹറാമ ശുബ്ഹ ഉണ്ടെങ്കിലോ ഉത്തരം ചെയ്യാൻ നിർബന്ധമില്ല. ഈ ശുബ്ഹ എന്ന് പറയുമ്പോൾ ഹറാമ് മാത്രമാകുമ്പോൾ ഏതായാലും ഹറാം തന്നെയാണ് ഉത്തരം ചെയ്യൽ. ഹറാമും ഹലാലും കൂടിക്കലർന്നൊരു സാഹചര്യം വരുമ്പോൾ എന്തായിരിക്കും വിധി? ശ്രദ്ധിക്കൂ. ഇദാകാന ഫീഹി ശുബ്ഹത്തുൻ, അതിൽ ശുബ്ഹ ഉണ്ടെങ്കിൽ അതെങ്ങനെ? ബിഅൻ ഉലിമ ഇഖ്തിലാതുഹു, അത് ഹറാമുമായി കൂടിക്കലർന്നതാണ് എന്ന് ഉറപ്പുണ്ട്. ഉറപ്പ് എന്നുള്ള വാക്ക് വളരെ പ്രധാനമാട്ടോ. സംശയമോ നമ്മളെ ഊഹോ വേറെ ആൾ പറഞ്ഞത് കേട്ടോ അങ്ങനെയൊന്നുമല്ല. ഉറപ്പുണ്ടായാൽ ഹറാമും ഹലാമും കൂടിക്കലർന്നിട്ടുണ്ടെങ്കിൽ ആ സ്വത്തിൻ്റെ ഇഖ്തിലാത്ത് ഉറപ്പുണ്ട്, കലരൽ. ഔ താമിൽ വലീമത്തി, അല്ലെങ്കിൽ വലീമത്തിൻ്റെ ഭക്ഷണം ആയാൽ കൂടിക്കലർന്ന് ഉറപ്പുണ്ടായാൽ ഹറാമിൻ ഹറാം, അയാളെ സ്വത്തോ അല്ലെങ്കിൽ വലീമത്തിൻ്റെ സ്വത്തോ ഭക്ഷണമോ ബി ഹറാമിൻ ഇഖ്തിലാത്തിഹി എന്നോടത്ത് കത്തഫാണോ താമി എന്നുള്ളത്. അപ്പോൾ അയാളുടെ സമ്പത്തോ വലീമത്തിൻ്റെ ഭക്ഷണമോ ഹറാമുമായി കൂടിക്കലർന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ വൈൻ കല്ല, അത് കുറച്ചാണെങ്കിൽ പോലും തജിബു ഇജാബത്തുൻ, ഉത്തരം ചെയ്യാൻ നിർബന്ധമല്ല. അപ്പോൾ കല്യാണത്തിന് വിളിക്കുന്ന ആക്കെന്താ ഏർപ്പാട്, ജോലി എന്നൊക്കെ നോക്കിയിട്ട് പോകാതിരിക്കാം. ബൽ തുക്രഹു കറാഹത്താണ്. എപ്പോഴാണ് കറാഹത്താവുക? ശ്രദ്ധിക്കണേ.
ഇൻകാൻ അക്സറു മാലി ഹറാമൻ, അയാളുടെ സ്വത്തിൽ നിന്ന് കൂടുതലും ഹറാമാകുമ്പോൾ കറാത്താകും. 75% കള്ള് ഷാപ്പ് വിറ്റ പൈസയാണ്, ബാക്കി 25% പറമ്പിൽ നിന്നുള്ള സ്വത്തുമാണ് അല്ലെങ്കിൽ ശമ്പളമാണ്, അപ്പോൾ കറാഹത്താണ്. അപ്പോൾ ഹറാം എപ്പോഴാവുക? ഈ തന്ന സാധനം ഹറാമാണ് എന്ന് ഉറപ്പുണ്ടാകുമ്പോൾ. അയാളെ സ്വത്തിൽ ഹറാമും ഹലാലും കൂടിക്കലരുമ്പോൾ നമുക്ക് കിട്ടിയത് ഇപ്പോൾ ഹറാമെന്നാണോ ഹലാലെന്നാണോ എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. അമ്മ ഫൈനുരിമാനോ അയിനത്തൊആമി ഹറാമൻ, ഭക്ഷണത്തിൻ്റെ ആ തടി തന്നെ, ആ ഭക്ഷണം തന്നെ പച്ച ഹറാമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ, കൂടിക്കലർന്നതല്ല, ആ ഭക്ഷണം മുഴുവനും ഹറാമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഹറുമത്തിൽ ഇജാബത്ത്, അവിടെ ഇജാബത്ത് ഹറാമാണ്. ഇജാബത്തൊന്ന് വേറെ, ഭക്ഷണം കഴിക്കലെന്ന് പറയും. കല്യാണത്തിന് പോകൽ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കൽ നിർബന്ധമാണെന്നല്ലല്ലോ. അതാണ് വൈലം ഇരിതിൽ അക്ലമിനുഹു, ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശം ഇല്ലെങ്കിലും. കാരണം ഒരു തെറ്റായ കാര്യത്തിന് അയാളെ സമ്മതിച്ചു കൊടുക്കലാണത്, പച്ച ഹറാമ് തീറ്റിക്കുന്ന വീട്ടിലേക്ക് പോകുമ്പോൾ. കമസ്തഹു ഷേഖുന, ഷേഖുന അങ്ങനെ പൊതുവായി പറഞ്ഞതിന് ലാഹിറാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് വലാ ഇലാ മഹല്ലിൻ ഫീഹി മുങ്കറുൻ, ഹറാമായ കാര്യമുള്ള, ഹറാമ് നടക്കുന്ന സ്ഥലത്തിലേക്ക് ഉത്തരം ചെയ്യാൻ നിർബന്ധമല്ല. ഹറാമുണ്ട്, പെണ്ണുങ്ങൾ അഴിഞ്ഞാടി ഡാൻസ് ചെയ്യുന്നുണ്ട്, ഹറാമായ സാധനം, മുങ്കർ എന്ന് പറഞ്ഞാൽ ഹറാമ്. പക്ഷേ ലായസൂരി ബിഹുദൂരിഹി, അയാളവിടെ പങ്കെടുത്താൽ നീങ്ങിപ്പോകാത്ത ഹറാമ്. ഇനി അയാൾ പോയാൽ അത് നീങ്ങിപ്പോവുകയാണെങ്കിൽ പിന്നെ പോവല്ലേ വേണ്ടത്? അയാൾ പോയാൽ ആ ഹറാം അവിടെ നിന്ന് എടുത്തു ഒഴിവാക്കുമെങ്കിൽ അപ്പോൾ പോണേ. അപ്പോൾ വലിയ വലിയ ആൾക്കാരൊന്നും പോയില്ലെങ്കിൽ ചിലപ്പോൾ കല്യാണത്തിന് വല്ലാത്ത ഹറാമുണ്ടാവും. ഉസ്താദും ഖാദിയാരൊക്കെ വരിക എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ കരുതലുണ്ടാവും. ഇനി ചെന്നതിന് ശേഷമാണ് ഹറാമുണ്ട് അറിഞ്ഞെങ്കിലോ ഒന്ന് തടയ വേണ്ടെന്ന് പറയാം. എന്നിട്ടും അനുസരിക്കുന്നില്ലെങ്കിൽ ഇപ്പം അനുസരണം മൊത്തത്തിന് കുറവാണല്ലോ, അയാളവിടുന്ന് തിരിച്ചു പോരുക. തിരിച്ചു പോന്നാൽ അയാൾക്ക് ജോലി നഷ്ടമോ അങ്ങനെയുള്ള വലിയ പേടിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുക, ഇഷ്ടമല്ലാതെ ഇരിക്കുക. പക്ഷെ അവരെ കൂട്ടത്ത് പോയിരിക്കരുത്, വേറിട്ടിരിക്കുക. അങ്ങനെയൊക്കെയാണ്. നമ്മുടെ ഇടങ്ങാറാക്കണ മസാല പറ്റൂലല്ലോ. അപ്പോൾ മുങ്കറുണ്ടായടത്തേക്ക് പോകരുത് എന്നാണ് പറഞ്ഞത്. ഉത്തരം ചെയ്യൽ നിർബന്ധമല്ല. വലായില മഹല്ലിൻ ഫീഹി മുങ്കറുല്ലാ യസൂരു ബിഹുദൂരിഹി, അയാൾ ഹാജരായാൽ നീങ്ങിപ്പോകാത്ത ഹറാമുള്ള സ്ഥലത്തേക്കും ക്ഷണിക്കപ്പെട്ടതാവരുത്. ഒമിനൽ മുങ്കരി, മുങ്കറായ കാര്യത്തിൽപ്പെട്ടതാണ് സത്തുറു ജിദാരിൻ ബിഹരീരിൻ, അവിടുത്തെ ചുമര് മതിലൊക്കെ പട്ടുകൊണ്ട് മറക്കുക എന്നത്. മറ്റൊന്ന് ഫർഷു മൗസൂബത്തിൻ ഔ മസ്റൂഖത്തിൻ, അസ്ബ് ചെയ്യപ്പെട്ട, അപഹരിക്കപ്പെട്ട അല്ലെങ്കിൽ കളവ് നടത്തി കൊണ്ടുവന്ന വിരിപ്പുകളും മുങ്കറിൽപ്പെട്ടതാണ്. അവിടേക്ക് പോകാൻ നിർബന്ധമല്ല. വജൂദ് മൻ യുൽഹിഖുൽ ഹാദിരീന ബിൽ ഫുഹ്ശി, അനാവശ്യങ്ങളും വൽകദിബി, കളവും പറഞ്ഞ് ആളുകളെ ചിരിപ്പിക്കുന്നവർ ഉണ്ടാവുക എന്നതും. ആളുകളെ ചിരിപ്പിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഫുഹ്ഷ്, മോശപ്പെട്ട വാക്കുകളുണ്ടല്ലോ, എരപ്പുള്ള, തുണിൻ്റെ വീട്ടിലൊക്കെ ഉള്ള സെക്സൊക്കെ പറഞ്ഞിട്ട് വൽകദിബി, കളവും പറഞ്ഞ ആൾക്കാർ, ഇപ്പോഴത്തെ കോമഡികളൊക്കെ ഉണ്ടല്ലോ, അതിനൊന്നും ആസ്വാദനം കണ്ടെത്തിയിട്ട് കാര്യമില്ല. ഫൈൻ ഖാൻ, അതുണ്ടെങ്കിൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഏത് ഹാജരായാൽ നീങ്ങിപ്പോകാത്ത മുങ്കറുള്ള സ്ഥലത്തേക്ക് ഉത്തരം ചെയ്യൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഫൈൻ ഖാൻ, മുങ്കറുണ്ടെങ്കിലോ ഹറുമത്തിൽ ഇജാബത്തു, ആ കല്യാണത്തിന് പോകാൻ ഹറാമാണ്. പഠിച്ചോനെ, വലിയ പ്രയാസം തന്നെയാണല്ലേ. ശ്രദ്ധിക്കുക, സത്യവിശ്വാസികൾക്കവിടെ പോകാതിരുന്നാൽ ചിലപ്പോൾ മുങ്കറൊക്കെ അവിടെ നീങ്ങിപ്പോകും. നമ്മളെല്ലാവരും മാറി നിന്നാൽ പിന്നെ അരങ്ങേറ്റായിരിക്കും. മുങ്കറിൽപ്പെട്ടത് സൂറത്തു ഹയവാനിൻ, ജീവികളുടെ ചിത്രം, സൂറത്ത്. മുഷ്തമിലത്തുൻ അലാമാല യുംകിനു ബഖാഹു ബിദൂനിഹ, ആ ജീവിൻ്റെ പകുതിയാണെങ്കിൽ കുഴപ്പമില്ല. ആ ജീവിക്കാൻ ആവശ്യമായ അവയവങ്ങളൊക്കെ ഉള്ള, തല മാത്രമായ കുഴപ്പമില്ല എന്നർത്ഥം. അതാണ് മുസ്തമിലത്തുൻ, ആ ജീവി ഉൾക്കൊള്ളുന്നുണ്ട്,
അലാമ ഒരു അവയവങ്ങളെ, ലാ യുമിക്കിന് ബക്കാവുഹു ആ ജീവിക്കൽ നിലനിൽക്കൽ സാധ്യമല്ല ബിദൂനിഹി ആ അവയവങ്ങളില്ലാതെ. അപ്പോൾ ജീവിക്കാൻ ആവശ്യമായ അവയവങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ജീവിയുടെ സൂറത്തുണ്ട്. വൈല്ലമ്മക്കുല്ലഹ നദീറുൻ ഭൂമിയിൽ അതിന് തുല്യമായ രീതിയിലുള്ള ജീവികളൊന്നും ഇല്ലെങ്കിലും ഹറാമാണ്. ഉദാഹരണം ഫറസിൻ്റെ ഒരു കുതിര ബിഅജ്നിഹത്തിൻ ചിറകോട് കൂടിയുള്ള കുതിര. ഭൂമിയിൽ ഇപ്പം അങ്ങനെ നദീർ തുല്യമായ ജീവിയൊന്നും ഇല്ലല്ലോ. ഓ തൊയിലിൻ പക്ഷി ബി വജി ഹിൻസാന് മനുഷ്യമുഖത്തിലുള്ള എവിടെയാണത് ചിത്രം അതിൽ പെട്ടതാണെന്ന് പറഞ്ഞു. സൂറത്ത് അലാ സഖഫിൻ ചുമരിലോ അല മച്ചിലോ ടെറസിലോ ഔ ജിദാരി മതിലിലോ ഔ സിതിരിൻ അല്ലെങ്കിൽ കർട്ടനിലോ മുല്ലിക്ക കല്യാണത്തിനുണ്ടാവില്ലേ കർട്ടനൊക്കെ അങ്ങനെ തൂക്കപ്പെട്ട എന്തിനാ തൂക്കിയത്? സീനത്തിൻ ഭംഗിക്ക് വേണ്ടി. അല്ലെങ്കിൽ പിന്നെ ഔ സിയാബിൻ മൽബൂസത്തിൻ ധരിച്ച വസ്ത്രത്തിലോ ഓ വിസാദത്തിൻ മൻസൂബത്തിൻ ഇങ്ങനെ അലങ്കാരത്തിന് വേണ്ടി നിവർത്തി വെച്ച തലയിണകളിലോ ഒക്കെ ഈ പറഞ്ഞ സൂറത്തുണ്ടായാൽ അത് ഹറാമാണ്, അവിടേക്ക് പോകൽ ഹറാമാണ്. എന്താണ് കാരണം? ലിഅന്നഹാ തുഷ്ബിഹുൽ അസ്നാം, കാരണം അത് ബിംബങ്ങളോട് സാദൃശ്യമായതാണ്. അപ്പോൾ ഫലാ തജിബുൽ ഇജാബത്തു ഫീ ഷൈഇൻ മിന സുവരിൽ മദ്കുറ, ഈ പറയപ്പെട്ട രൂപങ്ങളിലൊന്നും കല്യാണത്തിന് പോകൽ നിർബന്ധമല്ല എന്ന് മാത്രമല്ല ബൽ തഹറുമു ഹറാമു കൂടിയാണ്. ഈ സൂറത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കടലാസിലെ തടിയില്ലാത്ത സൂറത്താണോ അല്ലെ വരച്ച സൂറത്താണോ എന്ന് ആലോചിക്കേണ്ടത് കേട്ടോ. ഇപ്പോഴത്തെ കാലത്തുള്ളവർക്ക് ഒരു ഗ്ലാസ്സിലും കണ്ണാടിയിലും കാണുന്ന മാതിരിയുള്ള ഒരു സൂറത്താണല്ലോ. എന്നാൽ വരച്ചതുണ്ടാകും നൂലുകൊണ്ടും മറ്റുമൊക്കെ ഉണ്ടാക്കൂലേ. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നാണ് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഈ ക്യാമറയിലുള്ള ആ ഫോട്ടോ എടുക്കലോ ഒന്നും പെടൂല, അല്ല അതും പറ്റൂല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അത് അസുനാമിനോട് തുല്യമാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റൂലല്ലോ അല്ലേ. ഇല്ലത്ത് പറയുന്നത് അത് ബിംബങ്ങളോട് തുല്യമാണ് എന്നാണ്. അപ്പോൾ ഈ നാണയത്തിലുണ്ടാവില്ലേ രാജാക്കന്മാരൊക്കെ ഫോട്ടോ, അതോ കൊത്തിവെച്ച ഫോട്ടോ കാണാറുണ്ടല്ലോ, അതിന് കുഴപ്പമില്ല. വല ആസറ ബി ഹംലിൻ നഖ്ദി, നാണയങ്ങൾ ചുമക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. അല്ലദി അലൈഹി സൂറത്തും കാമില, പൂർണ്ണമായ ചിത്രമുള്ള. ലിഅന്നഹു ലിഹാജത്ത്, കാരണം അത് ആവശ്യത്തിന് വേണ്ടിയാണല്ലോ ആ നഖദ് നാണയം എന്നത്. മറ്റുള്ള ചിത്രങ്ങൾ എന്താവശ്യം? മാത്രമല്ല ഈ നാണയങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയാൻ ലിഅന്നഹ മുംതഹനത്തിന്, അത് നിസ്സാരമാക്കപ്പെടുന്നതാണ്. ബിൽ മുആമലത്തി ബിഹ, അതുകൊണ്ടുള്ള ഈ ഇടപാടുകൾ ഇങ്ങനെ നടത്തിയിട്ട് നിസ്സാരമാക്കപ്പെടുന്നതാണ്, അവർ ബഹുമാനിക്കപ്പെടുന്നതല്ല. സലഫ് സ്വാലിഹീങ്ങളൊക്കെ അത്തരം ചിത്രങ്ങളുള്ള നാണയങ്ങളെ കൊണ്ട് ഇടപാടുന്നതാണ്. ഇംതഹന എന്ന് പറഞ്ഞാൽ നിസ്സാരമായി, മുംതഹനത്തുൻ. അപ്പം അങ്ങനെ പറയുമ്പോൾ നിസ്സാരമാക്കപ്പെടുന്ന രൂപങ്ങളും ചിത്രങ്ങളൊക്കെ ഉള്ളിടത്ത് ഹാജരാകുകയും ചെയ്യാം. യജൂസു ഹുദൂറു മഹല്ലിൻ, ഒരു സ്ഥലത്ത് ഹാജരാകാം. ഫീഹി, അതിലുണ്ട് സൂവറുൻ, സൂറത്തിൻ്റെ മാണ് സൂറത്തുകൾ. തുംതഹന്, നിസ്സാരമാക്കപ്പെടുന്ന കസ്വരി ബി ബിസാത്തിൻ യുദാസു, ചവിട്ടപ്പെടുന്ന വിരിപ്പുകളിലുള്ള ചിത്രങ്ങളെ പോലെ. ബിസാത്ത് എന്ന് പറഞ്ഞാൽ വിരിപ്പ്, അലാ ബിസാത്തിൻ. യുദാസു എന്ന് പറഞ്ഞാൽ ദാസ എന്ന് പറഞ്ഞാൽ ചവിട്ടി ഇങ്ങനെ നടക്കണേ. ഓ മിഹദ്ദത്തിൻ യനാമു, ഉറങ്ങുന്ന തലയിണ. ഔ എത്തക്കി ആലി, അല്ലെങ്കിൽ ചാരിയിരിക്കുന്ന. രണ്ടിനും മിഹദ്ദത്ത് എന്നാണ് പറയാം. ചാരിയിരിക്കുന്ന കണ്ടില്ല നിങ്ങൾ ഇവിടെ കുഷ്യനിലൊക്കെ, വണ്ടിയിലൊക്കെ. അതൊന്നും ഇപ്പം അങ്ങനെ ബഹുമാനിക്കുന്ന നിസ്സാരം, ചാരിയിരിക്കാനല്ലേ. മിഹദ്ദത്തിൻ യനാമു യുത്തക്ക വരയുക, ചാരിയിരിക്കുന്ന അല്ലെങ്കിൽ ഇരിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചാരാൻ ഉപയോഗിക്കുന്ന. ഇത്തക്ക എന്ന് പറഞ്ഞാൽ ചാരി എന്നാണ് അർത്ഥം. ഇത്തക്ക. ഒത്തബക്കിൻ, അതുപോലെ തന്നെ മൂടി പാത്രത്തിൻ്റെയൊക്കെ. ഖുവാനിൻ, അതുപോലെ തന്നെ ഖുവാന് എന്നൊക്കെ പറയും, തളിക. ഖസ്അത്തിൻ, പാത്രം. വൈബ്രീഖിൻ, അതുപോലെ തന്നെ കൂജ, വെള്ളത്തിൻ്റെയൊക്കെ. ഇതിനൊന്നും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഖുവാന് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, ഈ സുപ്രല്ലേ, ഭക്ഷണമൊക്കെ കഴിക്കാൻ ഉപയോഗിക്കുന്ന സുപ്ര. ഇപ്പോൾ നമ്മൾ ടേബിളാണ്, ഭക്ഷണം കഴിക്കുന്ന ടേബിളാണ്, അതൊക്കെ അതിൽ പെട്ടതാണ്.
അതിമേലൊന്നും കുഴപ്പമില്ല. തബക്ക് തളിക എഴുതി വെച്ചുകൊണ്ടോ, തളിക. തബക്ക് എന്ന് പറഞ്ഞാൽ മൂടി, ഹിവാന് ഹുവാന് എന്നൊക്കെ പറഞ്ഞാൽ സുപ്ര എന്നൊക്കെ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ടേബിൾ. ഒക്കതായിന് കുത്തിയ റസ, തല മുറിച്ച് മാറ്റിയാലും അനുവദനീയമാണ്. കാരണം നേരത്തെ പറഞ്ഞല്ലോ, നിസവാലി മാബിഹിൻ ഹയാത്ത്, ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ ഒരു അവയവം നീങ്ങി എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടല്ലേ ചില ടെക്സ്റ്റൈൽസിലൊക്കെ തല ഇല്ലാത്ത എങ്ങനെ വെക്കണ് മാപ്പിളാർ. അപ്പോൾ ഇത് പറഞ്ഞ കൂട്ടത്തിൽ ജീവികളുടെ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഹുക്കുമും കൂടെ പറയാണ്. എഹറും ഹറാമാണ്. വലു അല നഹ്വി അർദിന്, ഭൂമിയുടെ മേടിലാണെങ്കിൽ പോലും ഹറാമാണ്. എഹറുമുൻ്റെ ഫായില് തസ്വീർ ആവാനും, ജീവികളെ സൂറത്തുണ്ടാക്കൽ, രൂപമുണ്ടാക്കൽ. വൈലം മെക്കുൻ ലഹു നദീറുൻ, തുല്യതയില്ലാത്ത അഥവാ തുല്യമായൊരു ജീവിയൊന്നുമില്ല, അങ്ങനത്തെ ജീവിയെ പോയി നേരത്തെ പറഞ്ഞില്ലേ, ചിറകുള്ള കുതിര എന്നൊക്കെ പറഞ്ഞില്ലേ. എന്നാൽ പോലും നഅം, പക്ഷേ യജൂസ് തസ്വീറുൽ ലഅബിൽ ബനാത്ത്, പെൺകുട്ടികളുടെ കളിപ്പാവകൾ ഉണ്ടാക്കാം. കളിപ്പാവകളില്ലേ, ആണും പെണ്ണൊക്കെ ആയിട്ടുള്ള കുറേ കളിപ്പാവ ഉണ്ടാകുമ്പോൾ അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ കാനത്ത് അബുബിഹ ഇന്ദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബി റളിയല്ലാഹു അൻഹ അതുകൊണ്ട് കളിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വെച്ചിട്ട് കളിച്ചിരുന്നു. കമാഫി മുസ്ലിം. വ ഹിക്മത്തുഹു, അതിലെ യുക്തി എന്താണെന്ന് ചോദിച്ചാൽ തദ്രീബുഹുന, അവരെ പഠിപ്പിക്കലാണ്. തദ്രീബാന താലീം, എന്ത് പഠിപ്പിക്കുക? അമ്ര തെർബിയത്തി, തെർബിയത്തിൻ്റെ കാര്യം പഠിപ്പിക്കലാണ് ഉദ്ദേശം. ഓക്കെ. ഏത് ഐറ്റങ്ങൾ കുട്ടികളൊക്കെ അങ്ങനെ പോറ്റലും തൊട്ടിലാട്ടലും വാവോ എന്നൊക്കെ പറയലൊക്കെ അല്ലേ, വലുതാകുമ്പോഴേ അപ്പം തന്നെ പഠിച്ചു പോകണ്ടേ. ഇത്തരം പരിശീലനങ്ങളൊക്കെ കൊടുക്കണമെന്നും കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം ഒരു ഹറാമായൊരു കാര്യം ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യേക്കാണ്, ഇപ്പോൾ അനുവദനീകരിച്ചൊക്കെയാണ്. ഏതിന്? വലുതാകുമ്പോൾ കുട്ടികളെ പോറ്റലും മറ്റുമൊക്കെ അറിയാൻ വേണ്ടി. ഇപ്പോൾ ആ കുട്ടികൾക്ക് കളി കുറവാണ്. പഴയ കാലത്തൊന്നും അങ്ങനെയല്ലല്ലോ. തൊട്ടിലുണ്ടാക്കലും കുട്ടികളെ ആട്ടലും ഒക്കെ തട്ടി നടക്കലും പാൽ കൊടുക്കലും കുളിപ്പിക്കലും ഡ്രസ്സിട്ട് കൊടുക്കലും എന്തൊക്കെ പ്രക്രിയകളാണ് പെൺകുട്ടികളടുത്തുണ്ടാവുക. ഇപ്പോൾ ഒക്കെ ഫോണിലായില്ലേ കുട്ടികൾ. അപ്പോൾ ഈ ഞങ്ങളുടെ മനസ്സിലെന്ത് ചെയ്യും, കുട്ടികളോടുള്ളൊരു സ്നേഹവും ഒരു ഇഷ്ടമൊക്കെ അങ്ങനെ കടന്നുകൂടും. അത് നല്ലതാണ്. വലായഹറുമായതും തസ്വീർ ആവാനും ബിലാറസിൻ, തലയില്ലാത്ത ജീവികളെ സൂറത്തുണ്ടാക്കലും ഹറാമില്ല. ഖിലാഫുൽ മുത്തവല്ലി, ഇമാം റഹിമഹുല്ല ഇതിന് വിയോജിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് തലയില്ലാത്ത ഉണ്ടാക്കൽ ഹറാമാണ്. വയഹില്ലു സൗഖ് ഹൊലിയൻ, ആഭരണങ്ങളൊക്കെ നിർമ്മിക്കാൻ അനുവദനീയമാണ്. ആഭരണം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ പുരുഷന്മാർക്ക് ധരിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും സൗഹ്, സാഹ എന്ന് പറഞ്ഞാൽ വാർത്തുണ്ടാക്കുക, തട്ടാമ്പണിയൊക്കെ അല്ലേ. അപ്പോൾ നെസ്റ്റു ഹരീൻ, പട്ട് വേണമെങ്കിൽ നെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പട്ടൊന്നും ഉടുത്ത ചുമരുകളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് കല്യാണത്തിന് പോകരുത്. പക്ഷേ അത് ഉണ്ടാക്കാം. യാനോ യഹനിസ, സ്ത്രീകൾക്ക് ഹലാലാണ്. ആർക്കെങ്കിലുമൊക്കെ ഹലാലായ മതിയല്ലോ. നഅം, പക്ഷേ സുന്നഅത്തുഹു, അത് ഉണ്ടാക്കൽ ലിമല്ല യഹ്നുൽ ഇസ്തിമാൽ, ഉപയോഗിക്കൽ അനുവദനീയമല്ലാത്തവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കൽ, അതെന്താണെങ്കിൽ തന്നെ ഹറാമാണ്. തർക്കമില്ലല്ലോ, നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അതൊന്നും അല്ലാത്ത രീതിയിൽ നമ്മൾ പൊതുവായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പറ്റും ചെയ്യും. കാരണം നമ്മൾ പുരുഷന്മാർക്ക് എന്ന് പ്രത്യേകം ഉദ്ദേശിക്കുന്നില്ലല്ലോ. എടുക്കൽ അനുവദനീയമായ ആൾക്കാരുണ്ടല്ലോ. ലുഅബുൽ ബനാത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം അതാണ്. എന്ത്? കളിപ്പാവകൾ, പെൺകുട്ടികളുടെ കളികൾ എന്നാണ് കളിപരണങ്ങൾ. കളിപ്പാവകൾ, അങ്ങനെ എല്ലാം ഉണ്ടാവും. പേര് കുതിര, അങ്ങനെ ഓരോ ജീവികളൊക്കെ ഉണ്ടാവില്ലേ. അതിപ്പോൾ മനുഷ്യനാണെന്നില്ല, ഏതായാലും മതി. മൃഗങ്ങളതോ ജന്തുക്കളതോ ഒക്കെ ഇതിൽ പെടുന്നതാണ് പണ്ടേമാർ ഈ ഭാരത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഓക്കെ. ആയിഷ ബീവിൻ്റെ അടുത്തുണ്ടായിരുന്ന ചിറകുള്ളൊരു കുതിരയായിരുന്നു എന്നാ. എന്താ ആയിഷ എന്ന് ചോദിച്ചു. സുലൈമാൻ നബിക്ക് ചിറകുള്ള കുതിരല്ലേനിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ആയിഷ ബീവി, അപ്പം നബി തങ്ങളെന്താക്കി, അങ്ങ് ചിരിച്ചു.
വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ് വഅല്ലാഹു അന്നാ മിനൽ മുത്തഖീൻ.